എന്ന് നിന്റെ അപ്പു വേണ്ട, എന്നെ സ്വന്തം മതി, അത് മതി. എത്ര നന്നാക്കിയാലും നന്നാവത്തൊരു കയ്യശരം. വിഷേട്ടാ, സംഭവം ഞാൻ ഇതിനി, പക്ഷെ കൈശരത്തി മൊത്തം പോയി. അനക്കൊന്ന് പാർത്തി തരുവാ. നമ്പർ അന്നെ പോലെ വേറെ ഉള്ളവർക്ക് ഇതാപ്പാന്നല്ലേ? ഒരു തവണ ഇതിന് എന്റെ സുഖം അറിയൂ. അതിപ്പോ ഏത് ജനറേഷൻ ആണെങ്കിലും. ഇല്ലപ്പാ, ഇതുറപ്പാ. ഓളെന്നെ നോക്കി ചിരിച്ചിന്. അതുകൊണ്ട് നാളെ എന്തായാലും കൊടുക്കണം. സുധീന്റെ അമ്മമ്മ മരിച്ചുപോയി. അച്ഛനേ രാവിലെ വരാൻ പറ്റൂല പോലും. അനക്ക് പറ്റൂല, പഠിക്കാനുണ്ട്. ഇതാപ്പാ ഓന് പഠിക്കണം പോലും. തിന്നോ നമ്മളെ ബേജാറൊന്നും നിങ്ങൾക്കില്ലല്ലപ്പാ. വേറെ ഏതെങ്കിലും രാജ്യക്കാർക്ക് ഉണ്ടാവണേ ഈ അടങ്ങറ്. ഇംഗ്ലീഷ് പാസ്സായാലും മാതൃഭാഷയിൽ ഡിഗ്രി കിട്ടും. ഈ ഇംഗ്ലീഷ് കൂട്ടിയാൽ കൂടാത്തവരല്ലാണ് മലയാളം എടുക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഭാഷയോടുള്ള സ്നേഹ. BA മലയാളം എന്നാണ് പേര്, എന്നിട്ട് ഒലക്കാമല്ലോ ഒരു ഇംഗ്ലീഷ്. ഈ സിലബസ് ഉണ്ടാക്കിയ നിമ്മക്ക് അങ്ങ് കാച്ചിയാലോ. ഹലോ, നീ കേൾക്കുന്നുണ്ടാ? എന്തെന്ന്? ഓ, MA ഇംഗ്ലീഷിന്റെ ജാട. ലെപ്പന്നെയാന്ന് ആ ചിരി കാണുമ്പോ തിരിയുന്നില്ലേ? എന്നാ പിന്നെ ചട്ടിന്റെ ഉള്ളിൽ കയറി. എടേ മരിച്ചെടുക്കാൻ വരുന്നുണ്ടാ? ആ വരണപ്പാ. കൊണ്ടെന്നാ? ഇപ്പൊ കൊണ്ടുവരുന്നാ പറഞ്ഞ്. മോളോട് കുറച്ച് സഹായിച്ചു തരാൻ പറയാറാ. ഓക്ക് പരീക്ഷയാപ്പാ, ആത്തൊന്ന് പഠിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ്. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ? ഒരു സുഖോ. അയ്യോ അമ്മ. അമ്മ ലക്ഷ്മിയാന്ന്. ഓളെന്നാണെ പൊട്ടത്തിയാ പറഞ്ഞാ മനസ്സിലാവാണ്ടിരിക്കാൻ. പരീക്ഷ കഴിയുന്നവരെ നിന്നെ വിളിക്കണ്ടെന്ന് ഓളോട് എത്രോട്ടാ പറയണ്ടേ? അമ്മ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ച. ഡൗട്ട് നിന്നോട്? നീ ആരെയാണേ പൊട്ടത്തിയാക്കുന്നത്? ഒപ്പരം പഠിച്ചോളൂ, ഡിഗ്രിയും കഴിഞ്ഞ് MAക്ക് പോയി. നീ ഇപ്പോൾ ഡിഗ്രിയും കൊണ്ടിരിക്കുന്നു. അത് ഓർമ്മ വേണം. കണ്ടോന്റെ അടുക്കളയിൽ പോയി കഷ്ടപ്പെടണ്ടെങ്കിൽ അനങ്ങാണ്ട് പഠിക്കാൻ നോക്കണേർന്ന് നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട്. പിന്നെ പഠിച്ച പോലിട്ട് കഴിഞ്ഞാൽ അതിനും പോകണം, അടുക്കള പണി എടുക്കണം. അല്ലെങ്കിൽ അടുക്കള പണി മാത്രം എടുത്താൽ പോരെ. വൈകുന്നേരം വരെ അതും വെച്ചിരിക്കണേ. ഒന്ന് വേഗം വാഴ്ത്തിന്നിട്ട് പോയി പഠിക്കാൻ നോക്കാണ്ട്. എന്തെന്നാമേ മനുഷ്യന്മാരുടെ അടുത്ത് തിന്നാനെങ്കിലും വിട്. ശവോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മണിയമ്മേ ആരാ? അതിനെന്നാ CIയോട് പറഞ്ഞാ പോരെ മരിച്ചെടുത്ത് പോവാൻ വേണ്ടിട്ടാന്ന്. തിന്ന പാത്രം എടുക്കണമെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത പെണ്ണ്. മരിച്ചോടുത്ത് തൊട്ട അയൽപക്കത്ത് മരിച്ചിട്ട് എങ്ങനെയാ അമ്മ പോകണ്ട്? നാളെ കാണണ്ടവരാന്നുള്ള ഓർമ്മ വേണം. ശവടക്കിട്ടേ വരും. ഇന്ന് തന്നെ മരിക്കാൻ തോന്നിയ അമ്മണി അമ്മോട് ഒരു താങ്ക്സ് പറയാം. അമ്മോ പടി പടി. ഇന്നെ പോണേനോ? ഹലോ വിഷേട്ടാ, നിങ്ങളിത് എടുത്തു പിടിച്ചിട്ടെന്താ എടുക്കാതെ? ഏത് കഴിഞ്ഞ ഞാൻ ചാടിയതാ. ഈ എന്താ വരുമ്പോ എന്നെ വിളിക്കാൻ? പിന്നെ എന്നിട്ടുണക്കി അമ്മ എടുക്കുന്ന കിട്ടേ. ആ പെണ്ണുങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യമോ? ഓർക്കിന്നോട് അസൂയ. ഞാനിപ്പോഴും സപ്ലൈ എഴുതി കിടക്കുന്നു. ഈ ഓ അങ്ങനെ. പക്ഷെ എന്നെക്കാളും ഗ്ലാമർ എനക്കാണ്. എടി മരിച്ച വീടാന്ന്. അതിനെന്നാ മരിച്ച വീട്ടിൽ സ്പാർക്ക് ഉണ്ടായിക്കൂടെ? മുഖി മെല്ലനെ പറ.
ഓനെടുത്തു. ഇതാര്യാ നോക്കുന്നു. രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. ഒന്ന് കൈവിട്. ബാണേ രാജക്കൻ വാ നമുക്ക് അപ്പുറത്തൂടെ ആത്തുകേരാ. ഞാനെല്ലാം പഠിക്കുന്നിടത്തും ചാടാൻ നോക്കുന്നു. ഇതെന്താണ്? പഠിപ്പിയാണേ നിനക്കൊന്നും ചേരൂലേ. ഓ ചിലവർക്ക് വേഗം ശരിയാവും, ചിലവർക്ക് സമയം എടുക്കും. എന്നാ പോവാ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നേ? ക്വസ്റ്റ്യൻ ഒക്കെ സെറ്റാന്ന്. അപ്പൊ ഇനിയും എൻ്റെ അമ്മേൻ്റെ ബ്ലാക്കിനെ തലയിൽ പോവല്ലേ? ഓൻ്റെ പേരിട്ട എന്നാ ചെയ്യാ? റോമ സാമ്രാജ്യം കത്തുമ്പോഴാന്നുള്ള റീൽസ് കാണുന്നു. ഇതല്ല, ഈ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതി ഒരുക്കുന്ന ഒരു തരം അട്രാക്ഷൻ ഇല്ലേ, ഇതാന്ന്. റീപ്രൊഡക്ഷനാ? ഇംഗ്ലീഷുകാർക്ക് റീപ്രൊഡക്ഷൻ അറിയില്ലേ? ഈ ഫോണിങ് തന്നെ ഓനെ പോലെ ഒരു ചെക്കന് പറ്റിയ പേര് പറഞ്ഞേ. സുമേഷ്. എൻ്റെ ബേക്കിൽ കിടക്കണ ബസ് കണ്ടക്ടറുടെ പേരല്ല ചോദിച്ചത്. സച്ചിൻ. ആദ്യം ഇതിനിപ്പോ കത്തിയാൽ കൊടുത്തിട്ടാണല്ലോ. അടുത്ത മന നോക്കാം. അനുരാഗം അനുരാഗം ജീവന്റെ മറുപാതി മറയുന്നതെങ്ങോ തിരയാതെ തിരയുന്നീതവിരാമം കിടക്കാനായില്ല. മോഹിച്ചതാരെ തേടുന്നതാരെയാരെ തമ്മിൽ പടരുന്നതാരെ അജ്ഞാതം ആഗണിതം. എന്തേലും ക്ലൂ കിട്ടിയാണേ? ഒന്ന് പോയി കിടന്ന് ഉറങ്ങണേ ആയിരുന്നു. മംഗലശ്ശേരി നീലകണ്ഠൻ. ചോക്ലേറ്റ് പേരൊക്കെ കഴിഞ്ഞാണ്.
എനിക്കൊരു ഫോൺ ഉണ്ടായിട്ടില്ലേനു അത് കൊടുത്തോണേ. അച്ഛൻ്റെ ചങ്ങായിൻ്റെ മോള് ഒളിച്ചോടി, അതുകൊണ്ട് ഉണ്ടായിരുന്ന റേഷനും പോയി. ഓ ഹലോ, ഇല്ല പറഞ്ഞോ. ഓനെ കണ്ടുപിടിക്കേ എൻ്റെ അടുക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്റെപ്പാ എന്നാണേ? വാണേ ഞാനില്ലേ? ആരല്ലപ്പ ഇത്? വാ വാ, നിന്റെ വീട്ടിലുണ്ടായതാ? സുധിയേട്ടൻ പോയിട്ടില്ല? ചോറൊന്നും വരും ഉച്ചക്ക്. റേഷൻ അരിയാണേ, ഇടക്കിടക്ക് നോക്കിയിട്ടില്ലേ ബന്ധു. നിങ്ങളെപ്പോലത്തെ പിള്ളേരല്ലോ അയൽപ്പക്കത്തെല്ലാം കയറി വരുമ്പോ ഒരു സന്തോഷം. വാ. അപർണേച്ചി, എന്നാണേ? അന്ന് അമ്മമ്മ മരിച്ച ദിവസോ കുറച്ച് നീളായി മുടിയൊക്കെ ആയി ആ ചെക്കനാരാ? അല്ല നിങ്ങള് ബന്ധുക്കളോ മറ്റോ? പെണ്ണേ, നിനക്ക് കല്യാണാലോചന വല്ലതും വരുന്നുണ്ടാ? അതുണ്ടേച്ചി. കല്യാണം നോക്കാൻ ഞാൻ എന്റെ അമ്മേനോട് പറയേ. മൈ ഫുഡ് കാലിനെന്താണ് പറ്റിയ? എൻ്റെ ഐഡിയ പോയി. അല്ല കാണേനു. എന്തിനാട്ടാ? ഒരു ലെറ്റർ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ആ ഓന്റെ സത്യാന്വേഷണ പരീക്ഷണയില് അതിൽ വേണ്ടതൊന്നും ഇല്ലാട്ടാ. ഇവൻ എഴുതിയാ വേണ്ടതൊന്ന് വായിച്ചോട്ടെ. കൺമണി, അൻപോട് കാതലൻ, ഞാൻ എൻ്റെ ഹൃദയം നിന്റെ മുന്നിൽ തുറക്കട്ടെ. ആദ്യമായി കണ്ട നാൾ മുതൽ എനിക്ക് നിന്നോട് തോന്നിയ ആത്മാനുരാഗം അത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ മതിച്ചുകൊണ്ടിരിക്കുന്നു. മതിക്കാനാ? ആ നടി മതിക്കലേ. മുഖത്തടിക്കല്ലേട്ടാ, വേറെ എവിടെയെങ്കിലും അടിച്ചോ. നിനക്ക് ഇൻസ്റ്റ വാട്സപ്പ് ഒന്നും ഇല്ലേടോ? നിനക്ക് വേണ്ടടാ. അനക്കറിയില്ലേനു ബ്രോന്റെ പെങ്ങളാന്ന്. പെങ്ങളാ? ഞാൻ ബ്രോന്റെ ഫോളോവറാണ്, എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യാറുണ്ട്. തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ പഠിക്കണം എന്നല്ലേ ബ്രോ പറയില്ല. ലൈനിന് ലവ് ലെറ്റർ കൊടുക്കുന്നവരൊന്ന് ക്ഷമിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലടാ. പൊട്ടൻ, ഞാൻ ഈ കൈ കൊണ്ടല്ലേ ഇതിനെ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം, കൈമാറിപ്പോയി. ഒരു കൊല്ലായില്ല ഞാൻ അവളെ ബാക്കിൽ തന്നെ നടക്കുന്നത്. എത്ര വട്ടം ഓളെന്നെ നോക്കി ചിരിച്ചിട്ടുണ്ടെന്നറിയാം. ഇതിന് മുമ്പ് നോക്കി ചിരിച്ചോണ്ടല്ലേ നീ കൊടുത്ത്? എടാ മണ്ട, എപ്പം കാണുന്ന ആളെ നോക്കിയിട്ട് ആളുകൾ ചിരിക്കും. അനുഭവത്തിന് പാഠം പഠിക്കണം കേട്ടാ. ചേട്ടാ, ഈ പ്രണയത്തിനൊരു അൽഗോരിതം ഉണ്ട്, അതൊന്ന് വർക്കായി കഴിഞ്ഞാൽ സെറ്റാവും. കഴിഞ്ഞ കുട്ടിയപ്പോൾ പ്രണയ യുദ്ധം തങ്ങാറ്റില്ലേ നീ പറഞ്ഞ്? അൽഗോരിതം ലവ് ലെറ്റർ എഴുതുമ്പോൾ കിട്ടുന്ന സുഖം എന്താ ഇപ്പം മനസ്സിലായി? ഒക്കെ നഷ്ടപ്പെട്ട എന്താന്ന് ഓളൊരിക്കൽ തിരിച്ചറിയും. വേറെ ഏതോ ലൈനുള്ള പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്ത് മേടിച്ച് കെട്ടിയിട്ട് തത്വം പറയല കേട്ടാ. വല്ലാണ്ട് വേദനിക്കുന്നപ്പാ, അന്നൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ. ആരോ പിടിച്ച് തിരിച്ച പോലെ ഉണ്ടല്ലോ. കൈകുത്തി വീണ് തന്നെയാ. ഞാനിത് കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസത്തേക്ക് കൈ അനക്കണ്ട. നീ ചോദിക്കും അപ്പിയല്ലേ, അതെല്ലാം മറ്റേ കൈ കൊണ്ട് തന്നെ വേണം. ഞാൻ പോയി. എന്തെന്നാടാ കൈക്ക്? വണ്ടിന്ന് വീണ കുറ്റനടാ, കുറ്റാണോ? തുടങ്ങിയ രണ്ടും കൂടി. നമ്മളെ കേരളത്തിൽ ഇതെല്ലാം നടക്കുന്നതെന്ന് അറിയുമ്പോ അനക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമമുണ്ട് കേട്ടാ. അവിടെ തെറ്റ് മനുഷ്യസഹജാണ്, അത് ആർക്കായാലും പറ്റും. അത് നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. നമ്മളെ മനസ്സിന് നന്മയുണ്ടാകും. അജിയാടാ, അജി.
2 in 1 ആണല്ലോ. അന്നാണേ ചക്കൻ തിന്നാണ്ട് പോന്ന്. കൊടലി അറിഞ്ഞോലു. അർജുനൻ ബലഗുനം വാർത്തൻ വിജയൻ വിശ്രുതമായ ഭഗവാനെ കൃഷ്ണ 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 കൃഷ്ണ. ഹലോ, എന്നെ പേര് കിട്ടി. മലേഷ്. മലയിലാണേ കുന്ന് കുന്ന് വലിയ കുന്ന് വെച്ചിട്ട് പോണേ വട്ട് കേസ്. നീ വല്ല കുതിരവട്ടം പോ നോക്ക്. പാതിരാത്രിക്ക് വെച്ചിട്ടാ നാളെ. രാവിലെ ഞാനൊന്ന് മുത്തപ്പനെ കണ്ടിട്ട് വരട്ടെ. കുറച്ച് ദിവസമായിട്ട് സ്വപ്നത്തിലൊരു ഭീകരജീവി. ഒരു പൈൻകുറ്റി ഏൽപ്പിച്ചേക്കാം. അച്ഛന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേരേ അത് വരുന്നില്ലോ. നീ ആരെയും നോക്കുന്നു? ആര് നോക്കി? നോക്കി ചേട്ടാ, ലൈറ്റ് എന്തായാലും പറഞ്ഞാൽ മതി. ബാക്കി പൈസ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ അമ്മ എച്ചിത്തരം പറയല. ഞാൻ കൊടുത്തോളും പൈസ. എന്നാ ശരി. ഇവിടത്തെ കോഴിപ്പാട്സ് ഉപദേശിക്കുവാന്ന് വിചാരിക്കാം. ഉപദേശിച്ചോ? ഹോസിന് തിന്നുമ്പോൾ നിർബന്ധ. ഇനി ഡിഗ്രി പാസ്സായിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറ്റുമെങ്കിൽ എന്നെ പോലെ പണിയെടുത്ത് 10 ഉറുപ്പിക ഉണ്ടാക്കാൻ നോക്കും. ഡബിൾ റോൾ ആണല്ലോ. പൊട്ടി ആത്മാർത്ഥതയുള്ളവന് മരുന്നിന് പോലും ഒന്നുമില്ല. എൻ്റെ ശാപമാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്നേഹം പിച്ചു ചീന്തി വരെ ഗതി ഇതാന്ന്. നോക്ക് നോക്ക്. അയ്യേ, ചിക്കൻ പീസ. മടിച്ചോ മടിച്ചോ. ഇണക്കുരുവി. എന്നാലും ഡബിൾ റോൾ കളിക്കുന്ന ഈ തണ്ടിക്ക് നിന്റെ കൈ ഒടിക്കാൻ എന്താ അവകാശം? അതിന് ഞാനും വിചാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? എന്നാലും നിന്റെ ധൈര്യം സമ്മതിച്ചു മോനെ. ഇനി പോലെ പോലീസ് കേസെങ്ങാനും. ഓൻ കേസാക്കുവാ? ഏട്ടാ, അന്നെ പിടിക്കാ പോലീസ്. എന്താ കേസ്? കേസാ? ഏത് കേസ്? പിന്നെന്തിനാ പോലീസ് പറഞ്ഞോടിയേ? പോലീസാ? ഏത് പോലീസ്? പോണവനെ. മറ്റോ നന്മക്ക് ഇട്ട് കൊടുത്ത പണിയാ. നിനക്ക് കുറച്ച് ദിവസം ഇടുന്ന് മാറിയിക്കാൻ പറ്റുമോ? ഞാൻ എവിടെ പോവാനാ? അപ്പോ അളിയാ, അനക്കൊന്നും അളിയനെ കാണണം. എന്തോ പണിയൊപ്പിച്ച പോലെ ഉണ്ടല്ലോ. എന്ത് പണി അളിയാ? എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആന്ന്. ഞാൻ ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് വരട്ടെ? അതിനാപ്പാ നീ ഇങ്ങ് വാ. ഒരാഴ്ചത്തേക്കെന്നൊക്കെ പറഞ്ഞാൽ അമ്മ വിടൂലപ്പാ. അളിയ അമ്മേനെ ഒന്ന് വിളിക്ക്. ഞാൻ പറഞ്ഞിട്ടാന്ന് പറയാതെ കാര്യം അവതരിപ്പിക്കും. അവിടെ അല്ലേ വേണ്ട, ക്ലബിന്റെ വാർഷികമാണ്. പിള്ളേർ ഇടുന്ന റിഹേഴ്സലെല്ലാം ചെയ്യുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അനക്കെന്താ ബുദ്ധിമുട്ടളിയാ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ എനിക്കല്ല അനക്ക്. പങ്ങളെ കൂട്ടുകാരിക്കെല്ലാം ഉള്ളിട്ട് കൊടുത്തില്ലേ നീ? കൂട്ടുകാരൻ്റെ ഏച്ചിക്ക്. അളിയ ആടെ വന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ?
സ്നേഹിക്കപ്പെടണമെന്ന് ആർക്കാളി ആഗ്രഹമില്ലാത്ത? അല്ലാതെ ഞാൻ അത്ര മോശമൊന്നുമല്ല. ഓട്ടോക്കാരനായാലും പെണ്ണ് കിട്ടാൻ എത്ര നടന്നിന്? പെണ്ണ് കാണാൻ വന്നിട്ട് ഇവിടെ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓട്ടോക്കാർക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോഴാ ഓക്കെ നിങ്ങളെ മംഗലം കഴിക്കാൻ തോന്നിയേ. കുഴപ്പമില്ല കുഴപ്പമില്ല, നീ വാ. അമ്മേ ഞാൻ പോന്നു. അമ്മേ നമ്മള് പോന്നേ. നമ്മളാ? ഏത് നമ്മള്? ആ ഓളും വരുന്നേ. അതെന്തിനാന്ന്? വെറുതെ ഓരോ എന്ത് ബുദ്ധിമുട്ടിക്കാനായിട്ട്. ബുദ്ധിമുട്ടൊന്നും നീ നോക്കണ്ട. ഓളെയും കൂട്ടി പോന്നിട്ടോ പോയാ മതി. എന്നാ ഞാൻ പോകുന്നില്ല പുറത്ത്. എവിടെങ്കിലും പോയി രക്ഷപ്പെടാതിരിക്കുമ്പോ. എന്നാടാ പ്രശ്നം? ഓളെയല്ലേ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചേ. മറ്റേത് വെറും ടൈം പാസ്. അത് ഓക്ക് മനസ്സിലായി കൂടെ. മഹിയേച്ചി ഒരു ദിവസം അതും മനസ്സിലാക്കും ബ്രോ. ഓനാടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഓനെ ഞാൻ വിടൂല. ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞോണ. ആന്നാണ് ഇപ്പം തന്നെ പോകണമെന്ന് പറയുന്നത്. ആ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോ പരിപാടിന്റെ ഒരു ബോർഡ് വെച്ചിട്ടില്ലേ? ആ അത് കണ്ടപ്പോ തുടങ്ങിയതാ. ആരാ? ഈടത്താ പറഞ്ഞ നീന. സച്ചിൻ അല്ലേ പേര്? അപ്പു. ഓളെന്തായാലും പരിപാടി കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. എനിക്ക് പോണെങ്കിൽ ഇപ്പോൾ ഒരു ബസ് ഉണ്ട്. ആ നീ എണീറ്റാ? ചായ ഇതേ. പരിപാടി അടിപൊളിയാവും അളിയാ, അടിപൊളിയാവും. അതാ പറഞ്ഞ നീ ഫോഴ്സ് ഔട്ട് ചെയ്യരുത്, ചാടിക്കേറി പറയരുതെന്ന്. അപ്പൊ നമ്മൾ കോഴികളായിരിക്കും. നമ്മളല്ല നീ. പഠിപ്പോ ഇല്ല, ക്യാരക്ടറെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കട്ടെ.
ഞാൻ ഗ്ലാമർ വെച്ച് പിടിച്ചു വെക്കും. എണേ എന്താ ഒരു പെണ്ണ ഇത്? ഈ കാണിക്കുന്ന ആവേശം പഠിപ്പിനുണ്ടായിനെങ്കിലേ. ഞാൻ എന്തായാലും പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നന്മ വരുമ്പോ അതോ വരുമ്പോണ്ട് മുന്നിപ്പെടായിരുന്ന പോലെ. എണേ മുഗി, ആ പല്ലൊന്ന് തേച്ചിട്ട് പോ. റിഹേഴ്സലിന്റെ തിരക്കിൽ സംഗതി ചെറുതായിട്ട് വിട്ടുപോയി. എന്റെ ഐഡിയ അല്ലേ? ഏട്ടനാന്നോ അനിയത്തിയാന്നോ നല്ലോണം പഠിക്കുന്നത്? അത് ഏട്ടനാ, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റാ. വെള്ളം ചൂടാനില്ലണേ, അവിടെ വെക്കേ, ഇപ്പൊ തരാം. ഇതല്ല ഇങ്ങനെയല്ല, തിരിയുമ്പോ ഞാൻ ഇങ്ങനെ പിടിക്കുന്നില്ലേ? ആ അതന്നെ. 1 2 3 ആ അതെ. ആ എന്നെ കൊണ്ട് പറ്റില്ലാണ്, വേറെ ഉണ്ട്. നാളത്തേക്ക് നമുക്ക് എന്തെങ്കിലും റിഹേഴ്സൽ വെക്കണം. എണപ്പ് തീർന്നില്ലേ? ചെറിയ പരിപാടിയല്ലേ ഉള്ളൂ. ആട്ടാ ഓള് നിന്നെ നോക്കി ചിരിച്ച്. വേണ്ട കേട്ടാ, ഇതാ ചിരിയല്ല മോനെ, കത്ത് ഇതാ നിൽക്കണ്ട. അല്ലേട്ടാ, ഇതാ ചിരി തന്നെയാ. ഓളെ കണ്ണ് കണ്ടറിയില്ലേ? നടക്ക്, ഓക്കെ അറിയായിരിക്കും. ഓള് പറഞ്ഞുതരും കേട്ടാ. എണേ ഇവള് നല്ലോണം പാടുന്നുണ്ട്, പരിപാടിക്ക് ഇവളെയും പാടിക്കാ. അർച്ച പാട്ടൊക്കെ പാടുവാ? കുറച്ച് വാക്കുകൾ അർത്ഥമൊന്നും ഇവക്ക് അറിയുന്നില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ പാട് കേക്കട്ടെ. They say, oh my God, I see the way you shine. Take my hands, my dear, and place them both in mine. You know you stopped me dead while I was passing by. And now I beg to see you dance just one more time. Oh, I say you every time. And oh my, I like your style. You make me wanna cry. നിർത്തി പറഞ്ഞു കൊടുക്കണേ, ഇതിൽ ഏതാ അറിഞ്ഞൂടാത്തെന്ന്. അല്ല ചേച്ചി, ഞാൻ മലയാളല്ലേ? അല്ല ഏട്ടനെ അറിയില്ലേ? അതിനാദ്യം ഇക്കൊല്ലെങ്കിലും ഒന്ന് ഡിഗ്രി പാസ്സായിട്ട്.
ആണേ മുഗീൻ്റെ ഡാൻസ് ഉദ്ഘാടനം കഴിഞ്ഞ പാടാന്ന്. ആ മേക്കപ്പ് തുടങ്ങി. നീ നോക്ക്. ഇല്ലണേ പൈൻകുറ്റി ഏൽപ്പിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടണേ. എനിക്കിപ്പോൾ ഇടയ്ക്ക് സ്വപ്നത്തിലാ ജീവി വരുന്നുണ്ട്. ഓ ഗുളികനാണല്ലേ. ഓ അതെ, എന്നാ നാളെ തന്നെ പോയിട്ട് 1 ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കാം. ആ എന്നാ ആയിക്കോട്ടണേ. അയ്യോ അമ്മേ, അയ്യോ ഈശ്വരാ. യദുകുലകാംബോജി മുരളിയിലൂതാം ഞാൻ. ഓളുടെ ഒരു പാട്ടും ഡാൻസും. മുഗി എണ്ണ മുഗി. എന്റെ കൃഷ്ണ, ഒന്നാമ്മ എനിക്ക് നമ്മളെയൊന്നും കണ്ടുപിടിക്കുന്നില്ലേ? എന്നാണേ പറ്റിയേ? ഞാൻ വിചാരിച്ചിന് ഇതിങ്ങനെയേ വരൂന്ന്. ഫോൺ ടോൺ ചെയ്യുന്നത് ഞാൻ കണ്ടതാ. പോലീസുകാരന്റെ മോക്ക് ഇത് കൊടുക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ നാട്ടിലുണ്ടാ? ഇത് ഓനാ, ആ സുധീന്റെ അളിയൻ. മോളോട് പോയി ചോദിക്കാൻ നിക്കണ്ടേ? ഓൾ അറിയാണ്ട് വെച്ചതാങ്കിലോ? ഏച്ചി നിങ്ങൾ കരയല്ലപ്പാ. ഒരാളെ മോത്ത് പോലും നോക്കൂല എന്റെ മോള്. വിളഞ്ഞ വിത്ത എന്റെ അനിയൻ. അതുകൊണ്ടല്ലേ കത്ത് കൊടുത്ത്. നേരിട്ടാകുമ്പോ അവനറിയാ ഓള്. ആ മുഗീന്റെ അമ്മയല്ലേ? എന്താ എടുക്കുന്നത്? ആദ്യം ഓരോ ഡാൻസാന്ന്. ഓ ബഷീറിന്റെ പ്രേമലേഖനത്തിൽ വെച്ചു കൊടുത്താ ഓള് നിന്നെ പ്രേമിക്കുന്നു വിചാരിച്ചാ? ഏത് ബഷീർ? ഏത് ബഷീറാണ്? ഇത് വൈബ് സാഹിത്യമല്ലോ. സാഹിത്യം. പോലീസുകാരന്റെ മോക്ക് കത്ത് കൊടുക്കാൻ മാത്രം നീ ആയാ? നിന്നെ പൂട്ടാനില്ല വകുപ്പ് ഏട്ടൻ ചെയ്തോളൂ. നിങ്ങളിങ്ങ് വന്നേ, ഇവിടെ പൂര പ്രശ്ന. ഒന്നിങ്ങ് വാ മനുഷ്യ. ഏച്ചി അത് ഞാൻ എഴുതിയല്ല. എന്റെ പാമ്പ് വളഞ്ഞോളത്തെ കഴിച്ചില്ല. നീ സ്വന്തമായിട്ട് എഴുതി ആർക്കും കൊടുത്തിട്ടുണ്ടാ? അളിയ അതുപോലെ വൈബ് സാഹിത്യമൊക്കെ എന്നെ കൊണ്ടാവുമെങ്കിൽ ഞാൻ എവിടെത്തിയിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ബയ്യത്തിന് നടന്ന ആരെങ്കിലും എന്നെ പ്രേമിച്ചിട്ടുണ്ടാവും. ഇനി എന്നെ കൊണ്ടൊരു കുഴപ്പം വേണ്ട. ഇതിൽ കൂടുതൽ ഇനി എന്ത് കുഴപ്പം വരാനാടാ? ശരിയാ, ഞാൻ പലരുടെയും ബാക്കിൽ നടന്ന് പ്രശ്നമായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചെയ്തത് സമ്മതിച്ചിട്ടുണ്ട്. ഒന്നിക്ക് നന്മ അല്ലെങ്കിൽ പോലീസുകാർ രണ്ടായാലും എൻ്റെ പേരും ഉണ്ടാവില്ല. ആ ഞാൻ പറയേച്ചി, ആർച്ചേ അപർണേച്ചി വിളിച്ചിനി നിന്റെ ഏട്ടൻ പോവാന്ന്. എന്താ
ഇവനെന്തിനാ ഇപ്പോഴേ വന്നിനി? ആ നേരത്തെ എത്തിയല്ലോ. ഈ വഴി നേരെ പോയി കാണുന്നതാണ് പ്രസിഡന്റിന്റെ വീട്. ഇവിടെ ഹോട്ടലൊന്നുമില്ലടോ. ആടെ പോയി ഫ്രഷ് ആകുമ്പോഴത്തേക്ക് തന്നെ ഉദ്ഘാടനത്തിന് സമയമാവും. ഇലക്കോട്ടന്നല്ലേ? ആ അതെ. ആർച്ചേനോട് അച്ഛൻ കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞേ. ഓള് പാട്ടെല്ലാം പാടി ഹാപ്പി ആയിട്ട്. മോനെ, മോ ഹാപ്പി അല്ലേ? ഉയ്യൻ്റെപ്പാ, നാട്ടുകാരെ ഒന്ന് ഓടിവാ, എന്നെ കൊല്ലുന്നേ. ചില ജന്മങ്ങൾ അങ്ങനെയാ, സ്നേഹിക്കപ്പെടാൻ ഭാഗ്യമില്ലാത്തവര്. എൻ്റെ അമ്മ പോലും എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല. ഈ ജന്മം ഇനി ഞാൻ ആരെയും പ്രേമിക്കൂല. അനക്കൊന്നൊരു അബദ്ധം പറ്റിയേട്ടാ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ അടിക്കണോ അതോ? സത്യമായിട്ട് ചെയ്തത് ഞാനല്ല. അടിയടാ. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങള് കളരിയല്ലേ? കണ്ണൂര് കളരി പഠിക്കാത്ത പെമ്പിള്ളാരുണ്ടപ്പാ. ഇതല്ലേ ബഷീറിന്റെ പ്രേമലേഖനം? അതിന്റെ അകത്തൊരു സാധനം ഉണ്ട്. സ്വന്തം കൈയക്ഷരല്ല. ഇതന്നെയല്ലേ അത്? ഉള്ളതുപോലെ വിളിക്കാം. നന്ദിയുണ്ട്. അല്ല, ആദ്യായിട്ടാണ്. മറുപടി വേണ്ടേ? സ്വന്തമായിട്ട് എഴുതി തരണം. ഇതിനല്ലേ ഇപ്പൊ ഒന്ന് സെറ്റ് ആവാനേ ഓരോരോ പോക്കുകളെ. മുഖി കൊടുത്തു. സെറ്റായി.